ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ തീരുമാനമായതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോട്ടയം IIMCയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ചികിത്സാ പിഴവിനെ തുടർന്ന് പാലക്കാട് വലത് കൈ മുറിച്ചുമാറ്റേണ്ടി വന്ന പെൺകുട്ടിക്ക് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 246 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് സന്ദർശിക്കും. സോമനാഥ് സ്വാഭിമാൻ പർവിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സോമനാഥ് ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആദ്യ ആക്രമണം 1000 വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് പരിപാടി. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ തീരുമാനമായതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഹൈദരാബാദിൽ നടന്ന NDFB യോഗത്തിൽ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. IIMC കോട്ടയം സന്ദർശിക്കുന്ന ശ്രീ മുരുകൻ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഉച്ചയ്ക്ക് ശേഷം KPS മേനോൻ ഹാളിൽ സംഘടിപ്പിക്കുന്ന കേരള കൗമുദി പരിപാടിയിൽ പങ്കെടുത്ത ശേഷം കോയമ്പത്തൂരിലേക്ക് മടങ്ങും. നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ഇതിനായി ചീഫ് സെക്രട്ടറിയെയും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി. വരുന്ന സീസണിൽ തന്നെ ഈ സംവിധാനം നിലവിൽ കൊണ്ടുവരാനാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വരുന്ന സീസണിൽ തന്നെ നെല്ല് സംഭരണത്തിലെ ദ്വിതല സംഭരണ മാതൃകാ സംവിധാനം നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. നെല്ല് സംഭരണത്തിന് തയ്യാറായി വരുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കും. PRS അധിഷ്ഠിത വായ്പകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കി സംഭരണത്തിന് ശേഷം കാലതാമസമില്ലാതെ തന്നെ നെല്ലിന്റെ വില കർഷകന് നൽകും. നിശ്ചയിച്ച ഔട്ട് ടേൺ റേഷ്യോ പ്രകാരം നെല്ല് സംസ്കരിച്ച് പൊതുവിതരണ സംവിധാനത്തിലേക്ക് എത്തിക്കും. നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസി സപ്ലൈകോ ആയിരിക്കും. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പെൺകുട്ടിക്ക് വനിതാ ശിശുവികസന വകുപ്പിന്റെ സ്പോൺസർഷിപ്പ് പദ്ധതി പ്രകാരം പരിരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവിറക്കിയതായി മന്ത്രി വീണ ജോർജ്. കുട്ടിക്ക് കൃത്രിമ കൈ വയ്ക്കുന്നതിനായി ബാലനിധിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസമാണ് ശ്രീ ആന്റണി രാജുവിന് നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ 42 മണിക്കൂർ രോഗി കുടുങ്ങിയ സംഭവത്തിൽ 5 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പോങ്ങുമൂട് സ്വദേശി രവീന്ദ്രൻ നായർക്ക് 2 മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകണം. ശേഷം പ്രസ്തുത തുക ഉത്തരവാദികളിൽ നിന്നും നിയമാനുസൃതം ഈടാക്കാമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ദേശീയപാത 66ന്റെ കണ്ണൂർ ജില്ലയിലെ 2 റീച്ചുകളുടെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പൂർത്തിയായ ഭാഗങ്ങൾ പലയിടത്തും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മുഴപ്പിലങ്ങാട് മുതൽ തളിപ്പറമ്പ് കുറ്റിക്കോൽ വരെയും കുറ്റിക്കോൽ മുതൽ നീലേശ്വരം വരെയുമുള്ള 2 റീച്ചുകളുടെ നിർമ്മാണമാണ് ജില്ലയിൽ പുരോഗമിക്കുന്നത്. നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള 40 കിലോമീറ്റർ ദൂരത്തിൽ 80% പണി പൂർത്തിയായിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് മുതൽ കുറ്റിക്കോൽ വരെയുള്ള റീച്ചിലും നിർമ്മാണം ദ്രുതഗതിയിലാണ്. ഈ വർഷം അവസാനത്തോടെ ജില്ലയിലെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുതിയങ്ങാടി സ്വദേശി സച്ചിദാനന്ദനാണ് മരിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്തും രോഗം ബാധിച്ച് വെങ്ങാനൂർ സ്വദേശി ആയ ഒരാൾ മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 7 ദശാബ്ദങ്ങളിലെ വിദ്യാഭ്യാസ പുരോഗതി എന്ന വിഷയത്തിൽ നാളെ ഉച്ചയ്ക്ക് 1:45 പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജയപ്രസാദ് സംസാരിക്കുന്നു. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 246 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 11 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് എന്ന നിലയിലാണ്. പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ അയിരൂർ ചെറുകോൽപ്പുഴ പമ്പ മണൽപ്പുറത്ത് 19ാമത് കഥകളി മേളയ്ക്ക് ആട്ടവിളക്ക് തെളിഞ്ഞു. ചലച്ചിത്ര സംവിധായകൻ ബ്ലസി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. അയിരൂർ കഥകളി ഗ്രാമത്തിൽ ചെറുകോൽപ്പുഴ പമ്പ മണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിലാണ് കഥകളി മേളയിൽ ആട്ടവിളക്ക് തെളിഞ്ഞത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കഥകളി മേളയിൽ എല്ലാ ദിവസവും വൈകിട്ട് 6:30 മുതൽ കഥകളി നടക്കും. ഇന്ന് നളചരിതം 1ാം ദിവസമാണ് ആടുന്നത്. വിദ്യാർത്ഥികളുടെ കഥകളി പാഠഭാഗങ്ങൾ പഠനകളരിയിലും അരങ്ങേറും. 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് വേദിയൊരുക്കുന്ന പമ്പ മണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ പന്തൽ നിർമ്മാണത്തിന്റെ കാൽനാട്ടുകർമ്മം ഹിന്ദുമത മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഹരിദാസ് നിർവഹിച്ചു. 131ാമത് മാരാമൺ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ട് മാരാമൺ മണൽപ്പുറത്ത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത നിർവഹിച്ചു. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 322 പോയിന്റ് താഴ്ന്ന് 85,440-ലും നിഫ്റ്റി 78 പോയിന്റ് താഴ്ന്ന് 26,250-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഇന്ന് 3 തവണ വർദ്ധിച്ചു. പവന് 1,01,360 രൂപയാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. 33 ദിവസത്തെ നിയമസഭാ സമ്മേളനം മാർച്ച് 26 വരെ 3 ഘട്ടമായാണ് നടക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനത്തിന് തുടക്കമാകും. ഈ മാസം 29-ന് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ച കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് മറ്റന്നാൾ തുടക്കമാകും. നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 180 പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകോത്സവത്തിൽ 300 സ്റ്റാളുകളാണ് ഉള്ളത്. ഈ മാസം 13 വരെയാണ് മേള. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് പങ്കെടുക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റന്നാൾ മുതൽ ഈ മാസം 13 വരെ തിരുവനന്തപുരം മൃഗശാലയും മ്യൂസിയങ്ങളും സൌജന്യമായി സന്ദർശിക്കാം. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഈ മാസം 12-ന് മൃഗശാലയും മ്യൂസിയങ്ങളും തുറന്നു പ്രവർത്തിക്കുമെന്ന് മ്യൂസിയം മൃഗശാല ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാന ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 9ാമത് സിദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ലോകാരോഗ്യത്തിന് സിദ്ധ വൈദ്യശാസ്ത്രം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ സിദ്ധ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ദിനാചരണത്തോട് അനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി വിപുലമായ സൌജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. ഡയാലിസിസ് ചെയ്ത 2 രോഗികൾ മരിച്ച സംഭവത്തിൽ ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രി അധികൃതരുടെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ച നടത്തുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ചും വെച്ചുമാറ്റം സംബന്ധിച്ചും ചർച്ച നടത്തുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. വിജയസാധ്യതകൾ പരിഗണിച്ചാകും സ്ഥാനാർത്ഥി നിർണയമെന്നും ശ്രീ PMA സലാം വ്യക്തമാക്കി. നടൻ പുന്നപ്ര അപ്പച്ചൻ അന്തരിച്ചു. മലയാളം, ഹിന്ദി, തമിഴ് ഭാഷകളിലായി 1000-ലേറെ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. അനുഭവങ്ങൾ, പാളിച്ചകൾ, അനന്തരം, ഞാൻ ഗന്ധർവൻ, മതിലുകൾ തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ വേഷമിട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ തീരുമാനമായതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോട്ടയം IIMC-യിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ചികിത്സാ പിഴവിനെ തുടർന്ന് പാലക്കാട് വലത് കൈ മുറിച്ചുമാറ്റേണ്ടി വന്ന പെൺകുട്ടിക്ക് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്.
തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 246 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.